എടാ ഓണാക്കടാ ക്യാമറ ഓണാക്കി. ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവന്റെ കയ്യിൽ എപ്പോഴാണ് ഫോണെന്നുള്ളത് പറയാൻ പറ്റില്ല. മുഖം കാണിക്ക് കാണട്ടെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിൽ ഒരു ട്രോഫിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ പയ്യെ പറയാം. ഇപ്പൊ നമ്മ വേറെ പ്രത്യേകിച്ച് വ്ളോഗൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഞായറാഴ്ച നമ്മ എന്താണ് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു വ്ളോഗാണ് നമുക്ക് എടുക്കാൻ പോണത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നമ്മുടെ ക്ലബ്ബിൽ വന്നിട്ടുണ്ട്. അപ്പൊ പയ്യെ നമുക്ക് അങ്ങോട്ട് ക്ലബ്ബിലേക്ക് പോവാം. പോണ വഴിക്ക് നമ്മുടെ ഓരോ വിശേഷങ്ങളും പറയാം. അപ്പൊ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഇപ്പോഴത്തെ നിലയിൽ വിലപ്പെട്ടതാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഇതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ക്ലബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബിൽ ഇപ്പോൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഗേറ്റ് തുറന്നെടുപ്പുണ്ട്. എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലബിൽ ക്യാരം ബോർഡ് കളിക്കാനാണ് നമ്മൾ പോണത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം മിനി വിളിച്ചാന്നും പറഞ്ഞു വരും. സഹായവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കൈ ഒടിഞ്ഞുകൊണ്ട് ക്യാമറ പിടിക്കാൻ പറ്റില്ല. ക്യാമറ പിടിക്കുന്നത് എല്ലാവർക്കും എല്ലാവരും നന്ദി പറയണം. അതെ, എന്റെ പ്രൊഫഷണൽ ക്യാമറമാൻ വന്നിട്ടില്ല. അതെന്തോ വർക്കായിട്ട് പോയേക്കാം. കാരണം എന്റെ പ്രൊഫഷണൽ ക്യാമറമാൻ ഉള്ളപ്പോ എനിക്ക് ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു എനർജിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും ഞാനുണ്ട്. ആരുമില്ലടാ, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ പണ്ട് നമ്മ ഡെയിലി കണ്ടിരുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ വീക്കിലി പ്രാവശ്യമൊക്കെയാണ് കാണുന്നത്. ആഴ്ചയിൽ കണ്ടാക്കണ്ട് എന്നുള്ള അവസ്ഥയാണ്. സമയം ഇനിയിപ്പൊ മുകളിൽ ക്യാരം ബോർഡ് കളിക്കാൻ പോകണം. വേറെ ആരില്ലടാ, അവര് പണിക്ക് വെക്കണം. നമ്മുടെ ക്യാരം ബോർഡ് കളിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. എടാ ഫാൻ ഇറാ, ചൂടുക്കണല്ലേ. ഞങ്ങളുടെ ക്യാരം ബോർഡ് അടിയിലെ മെയിൻ കള്ളക്കുതിയ കുഞ്ഞോൻ. അതല്ല എന്റെ കളിയാണ്. എന്താടാ അല്ലടാ, അമ്മമാർക്ക് പോയിട്ടുണ്ട്. എന്ത് ഒരാഴ്ച എന്റെ അവസ്ഥയെ കൈയൊടിഞ്ഞാ പോട്ടെ. കൈയൊടിഞ്ഞ് ചുമയും പനിയും കിട്ടിയിട്ടുണ്ടോ എനിക്ക്? അത് കിട്ടണം. ആ അവസ്ഥ ആയിരുന്നു എന്റെ. ഇടി വെട്ടിയോനെ പാമ്പടിച്ചെന്നുള്ള അവസ്ഥ ആയിരുന്നു എന്റെ. ഒരാഴ്ചയാണ് കിടന്ന് എടാ റെഡ്മ കളിച്ചോ. ഒറ്റ കോയിനുള്ളൂടാ കളീന്. 2 കോയിനായി. എടാ ആ ഒരു കാര്യം പറയാണ്ട്, ഒരുത്ത നാട് മൊത്തം പറഞ്ഞെടുക്കണ യൂട്യൂബിൽ നിന്ന് 50,000 കിട്ടുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ട്. അതന്നെ നമ്മുടെ ക്യാരം ബോർഡ് കളി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. പോണ വഴിക്ക് നമ്മുടെ മുമ്പിൽ ഒരു കപ്പിൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് കപ്പിൾസിനെ പറ്റി? അല്ല, കപ്പിൾസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കപ്പിളിനെ കിട്ടിയിട്ടുണ്ട്. കപ്പിൾസിന് എന്താ പറയാനുള്ളത്? അല്ലടാ 3:30 പോവാ, എന്തായാലും പോവാ. അതെ
ഒരു കല്യാണം മര്യാദ പിടിക്കുന്ന ക്യാമറ പിന്നെ ക്യാമറ പിടിക്കാൻ പറഞ്ഞ ഇവന് ഭയങ്കര കോമാളിത്തരം അതില്ലട്ടാ എന്റെ പ്രൊഫഷണൽ വ്ളോഗിൽ ഇവനെ അപമാനിക്കുന്ന രീതിയിൽ കാണിച്ചു വ്ളോഗ് ഒരു ഡെവലപ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ ഞാൻ നെഗറ്റീവ് പറഞ്ഞ നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞ അച്ഛന് ഇനി മോട്ടിവേഷൻ കിട്ടും. ഒരു മോട്ടിവേഷൻ വേണ്ടേ, ആവശ്യത്തിൽ മോട്ടിവേഷൻ കിട്ടിയിരുന്നു. ഗൈസ് എന്റെ കൈ ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫുട്ബോൾ കളിക്കാൻ പോയാണ്. മര്യാദ കുടിക്കും. ഫുട്ബോൾ കളിച്ച് ഇത്തിരി ആവേശം കൂടി വന്നപ്പോ ആവശ്യമില്ലാത്ത ഓരോ സ്കില്ല് ഞാൻ എടുത്തതാണ്. ആ സ്കില്ല് എടുത്തതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ട്രോഫിയാണ് ഇപ്പൊ ഞാൻ കയ്യിൽ ഇങ്ങനെ ഇട്ടു നടക്കുന്നത്. അപ്പൊ എല്ലാരും കളിക്കാൻ പോകുമ്പോ ആവേശം നല്ലതാണ്. നമ്മുടെ സ്വന്തം നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാരും കളിക്കുക. ഇതിപ്പോ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് എടുത്തത്. നാട്ടിലെ കുറച്ച് നിമിഷങ്ങൾ മാത്രം. അതിന് കുറച്ചുകൂടി നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ അഫ്സൽ വ്ളോഗ്സ് എന്നുള്ള ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. Thank you so much for watching, guys. Okay, bye. Okay.